അത് പാകിസ്ഥാനല്ല. ഹിന്ദുക്കളെ കൊല്ലാൻ ഇന്ത്യ അനുവദിക്കില്ല എന്ന് കൂടി പറയട്ടെ. എന്തിനാണ് ഇപ്പോൾ ഇങ്ങനൊരു വാദം? എന്തിനാണ് ഇതിങ്ങനെ പറയേണ്ടി വരുന്നത്? ലോകത്ത് ഏറ്റവും കൂടുതൽ ഹിന്ദുക്കൾ വസിക്കുന്ന രാജ്യങ്ങൾ ഏതാണ് എന്ന് ചോദിച്ചാൽ ഇന്ത്യ എന്നും നേപ്പാൾ എന്നും ഉത്തരം പറയാൻ നമുക്ക് പ്രയാസമുണ്ടാകില്ല. എന്നാൽ മൂന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ് എന്നറിയുമോ? അല്ലെങ്കിൽ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? പലരും പാകിസ്ഥാൻ എന്ന് കരുതിയേക്കാമെങ്കിലും യഥാർത്ഥത്തിൽ അത് ബംഗ്ലാദേശാണ്. ഒരു മുസ്ലിം ഭൂരിപക്ഷ രാഷ്ട്രമാണ് എങ്കിലും ദശലക്ഷക്കണക്കിന് ഹിന്ദുക്കൾക്ക് അഭയമേകുന്ന മണ്ണാണ് അത്. എന്നാൽ കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിലെ കണക്കുകൾ പരിശോധിച്ചാൽ ആ വിസ്മയിപ്പിക്കുന്ന ജനസംഖ്യ അത് പതിയെ പതിയെ അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുകയാണ് എന്ന നടുക്കുന്ന യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ബംഗ്ലാദേശിന്റെ 2022 ഏറ്റവും പുതിയ സെൻസസ് പ്രകാരം രാജ്യത്തെ മൊത്തം ജനസംഖ്യയുടെ ഏകദേശം 7.95% ഹിന്ദുക്കളാണ്. 165 ദശലക്ഷം വരുന്ന ജനസംഖ്യയിൽ 13 ദശലക്ഷത്തിലധികം ആളുകൾ അവിടെ ഹിന്ദു സമുദായത്തിൽപ്പെട്ടവരാണ് എന്നുള്ളതാണ്. രാജ്യത്തെ മറ്റ് ന്യൂനപക്ഷങ്ങളായിട്ടുള്ള ബുദ്ധമതക്കാരും ക്രിസ്ത്യാനികളും ചേർന്ന 1% താഴെ മാത്രമാണെന്നിരിക്കെ ഹിന്ദുക്കൾ അവിടെ പ്രധാനപ്പെട്ട ഒരു ജനവിഭാഗമായിട്ട് ഇന്നും അവിടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെ ചരിത്രം പതിറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ്. എന്നാൽ 1901 മുതലുള്ള സെൻസസ് രേഖകൾ പരിശോധിച്ചാൽ അവരുടെ എണ്ണം ക്രമാനുഗതമായിട്ട് കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ബംഗ്ലാദേശ് എന്ന് പറഞ്ഞാൽ കിഴക്കൻ പാകിസ്ഥാൻ ആയിരുന്ന 1941-നും 1974-നും ഇടയിലുള്ള കാലഘട്ടത്തിലാണ് ഏറ്റവും വലിയ ഇടിവ് അവിടെ രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ ഒരു ദശകത്തിൽ മാത്രം ഹിന്ദു ജനസംഖ്യയിൽ 0.59% കുറവുണ്ടായി. ഖുൽന ഡിവിഷനിലാണ് ഏറ്റവും വലിയ ഇടിവ് സംഭവിച്ചത്, ഏകദേശം 1.33% മാത്രം. രാജ്യത്തുടനീളം ഹിന്ദുക്കൾ വ്യാപിച്ചു കിടക്കുന്നുണ്ടെങ്കിലും ചില പ്രദേശങ്ങളിൽ അവരുടെ സാന്നിധ്യം വളരെ കൂടുതലാണ്. ഇപ്പൊ നമുക്കറിയാം, ഗോപാൽഗഞ്ചിൽ പോയാൽ ജനസംഖ്യയുടെ ഏകദേശം 26.94% ഹിന്ദുക്കളാണ്. ഈ മൗൽബി ബസാറിലേക്ക് പോയാൽ 24.44% ജനസംഖ്യ ഹിന്ദുക്കളാണ്. താക്കൂർ ഗാവിലേക്ക് പോയി കഴിഞ്ഞാൽ 22.11% അത് ഈ പറയുന്ന പോലെ ഈ ജനസംഖ്യ ഹിന്ദുക്കളാണ്. ഖുൽനയിൽ പോയ ഏകദേശം 20.75, ഇവിടെ 5-1 ഹിന്ദു സമുദായത്തിൽ നിന്ന് ആളാണ് എന്ന് പറയപ്പെടുന്നു. അപ്പോൾ ജനസംഖ്യ കുറയുവാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്ന് രാജ്യത്ത് നിന്നുള്ള കുടിയേറ്റമാണ്. ഇന്ത്യ വിഭജനത്തിന് ശേഷം ലക്ഷക്കണക്കിന് ഹിന്ദുക്കൾ കിഴക്കൻ ബംഗാളിൽ നിന്ന് ഇന്ത്യയിലേക്ക് പലായനം ചെയ്തു. അടുത്തിടെ ഷെയ്ഖ് ഹസീന സർക്കാർ രാജിവെച്ച് ഇന്ത്യയിലേക്ക് പലായനം ചെയ്തതിന് പിന്നാലെ ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയ അസ്ഥിരതയും ഒപ്പം തന്നെ സമൂഹത്തിൽ വലിയ ആശങ്കകൾ സൃഷ്ടിക്കുന്നതുമാണ് ഇപ്പോഴത്തെ പേരുദോഷത്തിന് കാരണമായി നിൽക്കുന്നത്. ഇതൊക്കെ വലിയ ആശങ്കകൾ ഉണ്ടാകുന്നതാണ്. ഇത്തരത്തിലുള്ള അസ്ഥിരതകൾ സമൂഹത്തിൽ വലിയ ആശങ്കകൾ സൃഷ്ടിക്കുന്നതാണ്. സാംസ്കാരികപരമായിട്ടും ചരിത്രപരമായിട്ടും ഒക്കെ ബംഗ്ലാദേശുമായിട്ട് ഇഴപിരിയാനാവാത്ത ബന്ധമാണ് സത്യത്തിൽ അവിടുത്തെ ഹിന്ദു സമൂഹം എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ എന്നിരുന്നാലും കുടിയേറ്റവും രാഷ്ട്രീയ വെല്ലുവിളികളും ജനാധിപത്യപരമായ മാറ്റങ്ങളും ഒക്കെ അവരെ ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുകയാണ് എന്ന് പറയേണ്ടത്. ഇവിടെയാണ് ഒരു ഹിന്ദു യുവാവിനെ തല്ലിക്കൊന്ന് കത്തിച്ച സംഭവം ഉണ്ടായത്. ഇങ്ങനെ ഹിന്ദുക്കൾ വല്ലാതെ ഏറിയ നിലയിൽ കുടിയേറി പാർക്കുന്നു അല്ലെങ്കിൽ അവിടെ ഉണ്ട് എന്ന് പറയപ്പെടുന്ന ഹിന്ദു സാമ്രാജ്യം, ഹിന്ദു രാജ്യത്തിലാണ് ഒരു ഹിന്ദു യുവാവിനെ തല്ലിക്കൊന്ന് കത്തിച്ച സംഭവം ഉണ്ടായത് എന്നുള്ളതാണ്. നമുക്കറിയാമല്ലോ, ഹിന്ദു യുവാവിനെ ആൾക്കൂട്ടം കൊന്നു കത്തിച്ച സംഭവത്തിൽ 10 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. മുഹമ്മദ് ലിമോൻ സർക്കാർ, മുഹമ്മദ് താരിഖ് ഹുസൈൻ, മുഹമ്മദ് മാണിക് മിയ, റിഷാദ് അലി, നിജുമുദ്ദീൻ, അലാംഗീർ ഹുസൈൻ, മുഹമ്മദ് മിറാജ് ഹുസൈൻ അക്കോൺ, ഇവരൊക്കെയാണ് RIB പിടികൂടിയിട്ടുള്ളത്. മുഹമ്മദ് അസ്മൽ സാഗർ, മുഹമ്മദ് ഷാഹിൻ മിയ, മുഹമ്മദ് നസ്മുൽ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇനി ബാക്കി വരുന്ന മുന്നോട്ടുള്ള അവരുടെ അന്വേഷണത്തിലാണ് ബാക്കി കണ്ടെത്താൻ കഴിയുക. ഡിസംബർ 18-നാണ് ഈ ബംഗ്ലാദേശിൽ ഹിന്ദു യുവാവിനെ മതനിന്ദ ആരംഭിച്ചുകൊണ്ട് ആൾക്കൂട്ടം കൊന്നു കത്തിക്കുന്നത്. മൈമൻസിംഗ് പട്ടണത്തിലെ വസ്ത്ര ഫാക്ടറി തൊഴിലാളിയായിരുന്ന ദീപു ചന്ദ്രദാസ് എന്ന 25-കാരനാണ് ദാരുണമായിട്ട് കൊല്ലപ്പെട്ടത്. ഫാക്ടറിക്ക് പുറത്ത് ആൾക്കൂട്ടം ആക്രമിച്ച ദീപുവിനെ മരത്തിൽ കെട്ടിത്തൂക്കുകയായിരുന്നു. സംഭവത്തിന് ശേഷം ഈ മൃതദേഹം മൈമൻസിംഗ് ഹൈവേയിൽ എത്തിച്ച് തീ കൊളുത്തുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ കൊടും ക്രൂരതയുടെ ദൃശ്യങ്ങളടക്കം നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ആഴ്ച തലയ്ക്ക് വെടിയേറ്റ് അതിഗുരുതരമായിട്ടുള്ള നിലയിൽ സിംഗപ്പൂരിൽ ചികിത്സയിലായിരുന്ന ഇൻകുലാബ് മഞ്ച് നേതാവും കഴിഞ്ഞ ജൂലൈയിൽ ഷെയ്ഖ് ഹസീന സർക്കാരിനെ താഴെയിറക്കിയ ജൻസി പ്രക്ഷോഭകനും കടുത്ത ഇന്ത്യ വിരുദ്ധനുമായിട്ടുള്ള ഷരീഖ് ഉസ്മാൻ ഹാദി മരിക്കുകയും ചെയ്തിരുന്നു. ഹാദിയുടെ മരണം
ഇടക്കാല സർക്കാരിനെ നയിക്കുന്ന മുഹമ്മദ് യൂനിസ് മരണം പ്രഖ്യാപിച്ചതിന് പിന്നാലെ രാജ്യത്ത് അക്രമം പൊട്ടിപ്പുറപ്പെടുന്ന കാഴ്ച കാണേണ്ടി വന്നു എന്നുള്ളതാണ്. ഫെബ്രുവരി രാജ്യത്ത് നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച ഹാദി ധാക്കയിലെ ബിജോയ് നഗറിൽ പ്രചാരണം നടക്കുന്നതിനിടെയാണ് മുഖം മോടി അണിഞ്ഞിട്ടുള്ള തോക്കുധാരികൾ വെടിയുതിർത്തതും മരണം സംഭവിച്ചത്. തെരുവിലിറങ്ങിയ പ്രതിഷേധക്കാർ പ്രോഥോം അലി, ഡെയിലി സ്റ്റാർ തുടങ്ങിയ പത്രങ്ങളുടെയൊക്കെ ഓഫീസുകൾ ആക്രമിക്കപ്പെട്ടു. പുറത്താക്കപ്പെട്ട പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ ഓഫീസ് തകർത്തു. ചിറ്റഗോങ്ങിലെ അസിസ്റ്റന്റ് ഇന്ത്യൻ കമ്മീഷണർ വീട് നേരെ കല്ലേറുണ്ടായി. ധാക്ക യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ പ്രകടനം നടത്തിയവർ രാജ്യത്തെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ അടച്ചിടണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഹാദിക്ക് നേരെ വെടിവെപ്പ് നടത്തിയ പ്രതികൾ എന്ന് പറയപ്പെടുന്നത് ഇന്ത്യയിലേക്ക് കടന്നതായിട്ട് പ്രതിഷേധക്കാർ ആരോപിക്കുന്നുണ്ട്. മുൻ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള മൊഹിബുൽ ഹസൻ ചൗധരി നൌഫലിന്റെ വീട് ആക്രമികൾ തീയിട്ടു. ഇതിന് പിന്നാലെ പ്രതികളെ പിടികൂടാൻ വേണ്ടി സഹായിക്കുന്നവർക്ക് 50 ലക്ഷം ടാക്ക ഇനം പ്രഖ്യാപിച്ചു. വെടിവെച്ച മുഖ്യപ്രതി ഫൈസൽ കരീം മസൂദിന്റെ മാതാപിതാക്കൾ, ഭാര്യ, പെൺസുഹൃത്ത് എന്നിവരെ കസ്റ്റഡിയിലെടുത്ത പോലീസ് നിരവധി പേർക്ക് ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്ന് വ്യക്തമാക്കി. അതേസമയം ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക്, ലോകമെങ്ങുമുള്ള ഹിന്ദുക്കൾ സഹായം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് RSSന്റെ മേധാവിയായിട്ടുള്ള മോഹൻ ഭാഗവത് രംഗത്ത് വന്നു. ഹിന്ദുക്കൾക്കുള്ള ഏകരാജ്യമാണ് ഇത് എന്നും ഇന്ത്യക്ക് അവരെ സംരക്ഷിക്കുവാനുള്ള ബാധ്യതയുണ്ട് എന്നും ഇന്ത്യ സുരക്ഷ ഉറപ്പിക്കുവാൻ ആവശ്യമായതെല്ലാം ചെയ്യണമെന്നും RSS മേധാവി മോഹൻ ഭാഗവത് ആവശ്യപ്പെടുകയും ചെയ്തു. ഹിന്ദുക്കളടക്കമുള്ള ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നും ഇക്കാര്യത്തിൽ ഇന്ത്യൻ ഉദ്യോഗസ്ഥർ ബംഗ്ലാദേശ് അധികൃതരുമായിട്ട് നിരന്തരം ബന്ധപ്പെടുകയാണ് എന്നും ബംഗ്ലാദേശിലെ സാഹചര്യം നിരീക്ഷിക്കുകയാണ് എന്നും കൂടാതെ രാജ്യത്തെ നയതന്ത്ര കാര്യാലയങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ പ്രതിജ്ഞാബദ്ധമാണ് എന്നും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ട്. ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും ലോകമെമ്പാടുമുള്ള ഹിന്ദുക്കൾ ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ സഹായിക്കണമെന്നും കേന്ദ്ര ഇടപെടൽ അതിന് അനിവാര്യമാണ് എന്നും RSS മേധാവിയായിട്ടുള്ള മോഹൻ ഭാഗവത് പറഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഹിന്ദുക്കളെ കൊല്ലുന്ന തരത്തിലേക്ക് ഒരു സംവിധാനം ബംഗ്ലാദേശിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കപ്പെടേണ്ടതാണ്. അത്തരത്തിൽ നടപ്പിലാക്കുന്നവർ ആരാണ് എന്ന് തിരിച്ചറിയേണ്ടതാണ്. അത് ഈ പറയുന്ന പോലെ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ അത് പാകിസ്ഥാനല്ല. പാകിസ്ഥാൻ അല്ലാത്തത് എന്താണ്? ഹിന്ദുക്കളുടെ രാജ്യമല്ല പാകിസ്ഥാൻ. ഹിന്ദുക്കളെ കൊല്ലാൻ ഇന്ത്യ അനുവദിക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഹിന്ദുക്കളെ എന്നല്ല, ഒരാളെയും കൊല്ലാൻ ഇന്ത്യ അനുവദിക്കില്ല. അത്തരത്തിലൊരു നടപടിക്രമം തന്നെയാണ്, ഒരു നിലപാട് തന്നെയാണ് ഇന്ത്യ എപ്പോഴും സ്വീകരിച്ചിട്ടുള്ളത്. പക്ഷേ ഹിന്ദു വിഭാഗങ്ങൾ വളരെ വലിയ തോതിലുള്ള ബംഗ്ലാദേശിൽ ഇത്തരത്തിലുള്ള തല്ലിക്കൊന്ന് കത്തിക്കുന്ന തരത്തിലേക്കുള്ള ഇത്രയും പരമദയനീയമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു ജനാധിപത്യ രാജ്യത്തിന് ചേർന്നതല്ല. അതുകൊണ്ട് തന്നെ ഇനിയൊരു ഹിന്ദുവിനെ അവിടെ കൊല്ലുവാൻ, അല്ലെങ്കിൽ അത് ആരാണെങ്കിലും ഒരു ഇന്ത്യക്കാരനെ കൊല്ലുവാൻ അനുവദിക്കില്ല എന്നൊരു നിലപാടിലേക്ക് തന്നെയാണ് ഇന്ത്യ പോകുന്നത്. അങ്ങനെ ഒരു സ്ഥിതിവിശേഷം അവിടെ ഉണ്ടാക്കിയെടുക്കുവാൻ ബംഗ്ലാദേശ് ശ്രമിച്ചാൽ പിന്നെ ബംഗ്ലാദേശ് എന്ന് പറയപ്പെടുന്നത് ചരിത്രത്തിന്റെ ഭാഗമാകുമെന്നുള്ള കാര്യത്തിൽ സംശയം.